അന്ന് ആ കള്ളനെ പിടിക്കുന്നിടത്ത് ദാസേട്ടന് വല്ല അപകടവും പറ്റിയോ? ഇല്ല. ആ കുട്ടൻ ഓരോന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചുപോയി. നാളെ എപ്പോഴാ ട്രെയിൻ? രാവിലെ 10 മണിക്ക്. ഞാൻ വരുന്നില്ല. എനിക്ക് അല്പം ജോലി കൊടുണ്ട് ഇവിടെ ബാക്കി. ഇനി ഒരു ജോലിയും വേണ്ട. നാളെ നമ്മൾ ഇവിടം വിടുന്നു. അതിനൊരു മാറ്റവും ഇല്ല. അല്ല, ജോലി തീർന്നാൽ ഉടനെ ഞാനും നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. എന്തായി പറയുന്നത്? ദാസേട്ടൻ ഇല്ലാതെ ഞാൻ പോവില്ല. വെറുതെ വാശി പിടിക്കരുത്. എനിക്ക് വരാൻ പറ്റില്ലെന്നേ. എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ മാത്രം ഇപ്പൊ പോകൂ. പോയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ കാത്തിരിപ്പ് വെറുതെയാവും. ദാസേട്ടൻ എന്ത് പറ്റി? പറയാൻ കുറെ ഏറെയുണ്ട്. ഹലോ, ചന്ദ്രശേഖരന്റെ വീടല്ലേ? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ് ആണ്. എനിക്ക് മിസ് സെറീനയോട് ഒന്ന് സംസാരിക്കണം. എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് പോയോ? എങ്കിൽ എനിക്ക് അവിടുത്തെ നമ്പറും തരുമോ? ഹലോ, ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ് ആണ്. അവിടെ മിസ് സെറീന ഉണ്ടോ? ഒന്ന് വിളിക്കാം. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ആ, ശരി, ഓക്കെ. എന്താ പപ്പ ഈ അവസാന രാത്രി വെറുതെ സംസാരിച്ചു കളയാമെന്ന് വെച്ചോ? നാളെ എന്റെ കല്യാണമാണ്. പന്തലിൽ സെറീന എന്നെ കാത്തിരിക്കും. ഒരിക്കലും തിരിച്ചു വരാത്ത എനിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അവൾ കാത്തിരിക്കും. കുറച്ചു കാലം നിന്നെ കാണാതാകുമ്പോ ആ കൊച്ചു വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. ഇല്ല, സെറീന എനിക്കറിയാം. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഞാൻ മരിച്ചുപോയി സത്യം എല്ലാരും ഒന്ന് അറിയിക്കണം. നീ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കും? എന്റെ ശരീരം അവരെവിടെ മറവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അതിനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഉണ്ട്, എനിക്കിനി അതുകൊണ്ടേ കാര്യമുള്ളൂ. എന്റെ മോട്ടോർ സൈക്കിളും ശരീരവും പുറത്തെടുക്കുക. അതുകൊണ്ട് എനിക്കെല്ലാം തെളിയിക്കാം. ഈ വക രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഇതെന്റെ അവസാനത്തെ അപേക്ഷയാണ്. നിങ്ങളെ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തിയില്ല. അതൊന്നും പറയാൻ പാടില്ല പപ്പ. ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്. നീ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ? പ്ലീസ് എന്നെ സഹായിക്കണം. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഈ സഹായം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം.
നിനക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ നിയമം തെറ്റിക്കുക. നിന്റെ ശരീരവും മോട്ടോർ ബൈക്കും ഒരു ചെളിക്കുണ്ടി താഴ്ത്തിയിട്ടിരിക്കുക. എവിടെ? മതി. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ എല്ലാം തെളിച്ചോളാം. നാളെ എന്നെയും കാത്ത് മണവാറ്റിയായി സെറീന വരുന്നതിന് മുമ്പ് എനിക്ക് അവളെ വിവരം അറിയിക്കണം. ശരി. നിൽക്കൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിൽക്കൂ. വായി തുറക്കൂ. വായി തുറക്കാൻ. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വായി തുറക്കാൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. വായി തുറക്കാൻ. നിൽക്കൂ. എല്ലാം വിശദമായി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മറ്റൊന്നും അറിയണ്ട. ദാസേട്ടൻ നാട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ സമാധാനമായി പോകൂ. അത് പറയാനേ എനിക്കിപ്പോ കഴിയും. എന്റെ സ്വൈരവും സമാധാനം ആരും നോക്കണ്ട. എന്നോടും കുഞ്ഞിനോടും അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ദാസേട്ടൻ സ്റ്റേഷനിൽ വരണം. ഞാൻ കാത്തിരിക്കും. പാടി ഇവിടെ. മോള് ഡാഡിയെ ചോദിച്ച് മോളുടെ മമ്മി ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. ഡാഡി എവിടെയെന്ന് മുത്തച്ഛൻ ചോദിച്ചാൽ മോളെന്ത് പറയും? എന്താ പറയണ്ടേ? ഡാഡിക്ക് തിരക്കാണെന്ന് പറയണം.
ഒടുവിൽ പപ്പം വന്നു. പക്ഷെ അതിങ്ങനായി. അങ്കിൾ പറഞ്ഞില്ലേ പപ്പൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരുമെന്ന്. ജീവിച്ചിരിപ്പില്ലാത്ത പപ്പനെ അങ്കിളും സെറീനയും കാത്തിരുന്നു. ജീവിതകാലം മുഴുവൻ തുടരുമായിരുന്ന ആ കാത്തിരിപ്പ് ഇവിടെ തീരണം. പണ്ട് അപകടത്തിൽ അങ്കിളിന്റെ ഭാര്യയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും നഷ്ടപ്പെട്ടിട്ടും അങ്കിൾ ജീവിച്ചില്ലേ? പപ്പനും സെറീനയ്ക്കും വേണ്ടി ജീവിച്ചു. അതുപോലെ ഇനിയും ജീവിക്കണം. സെറീനയ്ക്ക് വേണ്ടി. നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്ന കാണാൻ പപ്പന്റെ ആത്മാവ് എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. സാർ, റെയിൽവേ സ്റ്റേഷനിൽ കൊച്ചമ്മ കാത്തു നിൽക്കുന്നുണ്ടാവും. സമയം പോണു. എന്റെ സമയവും തീരെയാണ് കുട്ട. ഇനി അവരെ കൂടെ ഒന്ന് കാണണം. അതിനാണ് ഞാൻ പോകുന്നത്. കാണാനാവുമോ എന്ന് തീർച്ചയില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കാണുമ്പോൾ കുട്ടം പറയണം, ശാന്തിയോടും മോളോടും ഞാൻ മാപ്പ് ചോദിച്ചിരുന്നു. സെറീന, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിന്റെ പപ്പൻ നിന്റെ കൂടെ ഉണ്ടാവും.